സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലത്തുണ്ടായ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പരിപാടികൾക്കിടയിൽ മൂന്നോളം വരുന്ന 50 വയസ്സ് കഴിഞ്ഞ കിഴവന്മാരായിട്ടുള്ള തന്തയില്ലാത്തവന്മാര് ഒരു 18 വയസ്സ് മാത്രം പ്രായമുള്ള അവന്റെയൊക്കെ മകനാവാൻ പ്രായമുള്ള ഒരു കുഞ്ഞിനെ തല്ലിക്കൊന്നൊരു കാര്യം നമ്മൾ കണ്ടതാണ്. ആ ഒരു പയ്യനെ തല്ലിക്കൊന്ന് ഇവനൊക്കെ അങ്ങ് ആഹ്ലാദിക്കുകയായിരുന്നു. ഒരു പലകയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ തലയിൽ അടിച്ച് അവന്റെ തല അവിടെ വെച്ച് രണ്ടായിട്ട് പൊട്ടിച്ച് കളയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ച് ഒരു 10 മിനിറ്റിനകം ആൾ മരണപ്പെട്ടു. മസ്തിഷ്ക മരണമായിരുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ പിന്നീട് കണ്ടത്. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നമ്മുടെ കൊല്ലത്ത് നടന്നത്. ഇത് ഊപ്പിയോ ബീഹാറോ ഒന്നുമല്ല. ആദ്യം തന്നെ നിങ്ങളത് മനസ്സിലാക്കണം. ഇത് കേരളമാണ്. ഈ കൊച്ചു കേരളത്തിലെ തന്തയ്ക്ക് പിറക്കാത്തവന്മാര്, പലതന്തയ്ക്ക് പിറന്നവന്മാര്, സ്വന്തം തന്ത ആരാണെന്ന് പോലും അറിയാത്തവന്മാരാണ് ഈ പരിപാടി ചെയ്തതെന്നുള്ളതും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. നിങ്ങളത് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ ആളുകളും ആ വീഡിയോ കണ്ടിട്ടുള്ള, അല്ലെ അവനെ തല്ലുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ശബ്ദം, ആ പലക കൊണ്ട് അവന് തലയിലടിക്കുന്ന ശബ്ദം ഇതുവരെയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ആ ഒരു ശബ്ദം ഇപ്പോഴും എൻ്റെ തലയിലും കിടന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പലക കൊണ്ട് അവൻ്റെ തലയിൽ ഒരു തവണ അടിക്കുന്നുണ്ട്, രണ്ടാമത്തെ തവണ അടിക്കാൻ പോകുമ്പോഴത്തേക്ക് ആരൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട്. അതിനിടയിൽ അവൻ്റെ സഹോദരിയും അവൻ്റെ അനിയൻ്റെയും ഒക്കെ കരച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വയ്യാത്ത ഒരു അച്ഛനും അമ്മയും മകനും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു സഹോദരനും സഹോദരിയും ഒക്കെ ഉള്ള ഒരു വീട്ടിലെ ഒരു പാവം പിടിച്ചൊരു പയ്യനായിരുന്നു ആ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്. അവനെ കൊന്നത് അവൻ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നവനാണെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അവന് പട്ടാളത്തിൽ പോകണമെന്നും അച്ഛനെയും അമ്മയും നല്ലപോലെ നോക്കണം, കുടുംബത്തിനെ പട്ടിണി മാറ്റണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു പയ്യനായിരുന്നു. ആ ഉത്സവ പരിപാടിക്ക് പോയ സമയത്ത് പുറകെ ഇരുന്ന് ഈ തന്തയില്ലാത്തവന്മാർക്ക് ഉത്സവം കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ്റെ അടുത്ത് എന്തോ മോശമായിട്ട് സംസാരിച്ചു. അതിൻ്റെ പേരിൽ അവനെന്തോ തിരിച്ചു പറഞ്ഞു. ആ തിരിച്ചു പറഞ്ഞത് ഇവന്മാരെ ചൊടിപ്പിക്കുകയും ഇവന്മാർക്ക് 4 പേര് കൂടിയപ്പോൾ ആണത്തം ഉണ്ടാവുകയും ചെയ്ത് ആ ആണത്തത്തിന്റെ പരിപാടി, അല്ല ആ ആണത്തത്തിന്റെ പേരിൽ ആ പയ്യനെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. ആ പയ്യന്റെ സഹോദരിയും സഹോദരനും എല്ലാവരും മുന്നിൽ നിൽക്കെ തന്നെ അവനെ പട്ടിയെ തല്ലുന്നതിനേക്കാൾ മൃഗീയമായിട്ട്, പട്ടിയെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല, ഏതെങ്കിലും മൃഗത്തിനെ തല്ലിക്കൊന്നതിനേക്കാൾ ഏറ്റവും മൃഗീയമായിട്ടാണ് അവനെ തല്ലിക്കൊന്നത്. ആ വഴിയിലിട്ട് തന്നെ തല്ലിക്കൊല്ലുകയായിരുന്നു. ഈ നായിന്റെ മക്കളെന്ന് വിളിച്ചാൽ പോലെ അപ്പുറത്തേക്ക് തെറികൾ വിളിക്കണം. പക്ഷേ ഈ വീഡിയോ കാണുന്ന പല ഏജിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഈ പിതൃശൂന്യന്മാരെ കൈകാര്യം ചെയ്യേണ്ടത് ജനങ്ങളാണ്. ഈ നിയമ സംവിധാന വ്യവസ്ഥയോ അല്ല നിയമമോ ഒന്നുമല്ല. ഈ നിയമത്തിന്റെ പഴുതുകളിൽ കൂടി അവന്മാർ രക്ഷപ്പെട്ടു പോകും. ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ തന്തയ്ക്ക് പുറക്കാരി ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെ ഇപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. 4-5 ദിവസം കഴിയുമ്പോൾ ഇവന്മാർ പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെ 2 മാസം കഴിയുമ്പോൾ ഇവന്മാർ പുഷ്പം പോലെ പുറത്തു വരും. പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ വിഷമം അനുഭവിക്കേണ്ടി വരുന്നത് ഈ അച്ഛനും അമ്മയും അനിയനും സഹോദരിയും ഒക്കെ ആയിരിക്കും. ഞാനപ്പോൾ ആ ഒരു വാർത്ത നിങ്ങളെ ഒരിക്കൽ കൂടി കാണിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ആ പയ്യന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ അച്ഛൻ്റെയും അമ്മയുടെയും മിന്നി പൊട്ടലുകളും ആ വീട്ടിലെ അവസ്ഥ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. അത് നിങ്ങൾ എന്തായാലും അറിയേണ്ടത് തന്നെയാണ്. ആദ്യം നമുക്ക് ആ വാർത്ത കണ്ടു നോക്കാം. ക്ഷേത്രോത്സവത്തിനിടെ അക്രമി സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ 18-കാരൻ ഹരികൃഷ്ണന്റെ സംസ്കാരം ഇന്നാണ്. കുന്നത്തൂർ ഐവർക്കാലയിലെ വീട്ടുവളപ്പിലാണ് ഈ 18-കാരനായ ഹരികൃഷ്ണന്റെ സംസ്കാരം നടക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്നലത്തെ വാർത്തയാണ്. കേസിൽ 7 പ്രതികളാണ് ഇതുവരെ അറസ്റ്റായത്. ഹരികൃഷ്ണന്റെ വീട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഇതുവരെ നമ്മൾ ആ വീട്ടിൽ നിന്നൊരു വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരുന്നത്, ഹരികൃഷ്ണൻ ഗുരുതര ആരോഗ്യാവസ്ഥയിൽ കഴിയുമ്പോൾ ബ്രെയിൻ ഡെത്തിന് ശേഷം പോലും ആ വീട്ടുകാർക്ക് അതിന്റെ ഗൗരവം പൂർണ്ണമായി അവരെ അറിയിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും ഹീനമായ കൊലപാതകങ്ങളിലൊന്നാണിത്. 18 വയസ്സുകാരനായ ഒരാളെ പലക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിൽ 3 പ്രതികൾ 50 വയസ്സ് പിന്നിട്ടവരാണ്. സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ഈ നരാധമന്മാർ 18 വയസ്സുള്ള ഒരു പാവം പയ്യനെ തലക്കടിച്ചു കൊന്നു. എന്താണ് വിരോധം? ഉത്സവത്തിന്റെ കണ്ടില്ലേ, 7 പേരോളം ഉണ്ട്. 7 പേരിൽ 3 പേർ 50 വയസ്സ് കഴിഞ്ഞവന്മാരാണ്. ആ തന്തയില്ലാത്തവന്മാരാണ് ഇവന്റെ തലയ്ക്ക് പലക കൊണ്ട് അടിക്കുന്നത്. അത് ഞാൻ എന്തായാലും ആ വീട്ടിലെ വാർത്ത കൂടി, അല്ല വീട്ടിലെ ഒരു രംഗങ്ങൾ കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആ അമ്മയുടെ കണ്ണുനീര് കണ്ടില്ലേ? ഇതിന് നിയമമല്ല മറുപടി നൽകേണ്ടത്, ജനങ്ങളായിരിക്കണം നിയമം കയ്യിലെടുക്കേണ്ടത്. ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോനെ എഴുന്നേക്ക് മോനെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ അമ്മ പറയുന്നുണ്ട്. ആ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം മകൻ്റെ, അതായത് ഏതൊരു അമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സ്വന്തം മക്കൾ തൻ്റെയൊക്കെ ജീവിത കാലഘട്ടങ്ങളിൽ തന്നെക്കാളും മുൻപേ മരിച്ചു പോകുന്ന തൻ്റെയൊക്കെ മകനെ കാണുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല അമ്മയ്ക്കും, ഒരച്ഛനും ഒരമ്മയ്ക്കും. അങ്ങനെയുള്ളൊരിടത്ത് ഒരു മറ്റുള്ള അസുഖബാധിത മൂലം മരിച്ചതൊന്നുമല്ല ആ പയ്യൻ. ആ പയ്യനെ മൃഗീയമായിട്ട് തല്ലിക്കൊന്നതാണ്.
വെറും പട്ടിയെ കൊല്ലുന്നതിനേക്കാൾ ദയാനകമായിട്ടുള്ള രീതിയിൽ തല്ലിക്കൊന്നതാണ്. എന്തൊരു തന്തയില്ലായ്മയാണല്ലേ കാണിച്ചത്. ഇതൊക്കെ കാണിച്ചിട്ട് ഇവന്മാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇവന്മാരിപ്പോൾ സ്റ്റേഷനിലാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് പുഷ്പം പോലെ ഇവന്മാർ ഇറങ്ങി വരും. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് വലിയൊരു തങ്കച്ചാർത്തുമൊക്കെ ചെയ്തുകൊണ്ട് അല്ലെ പൂമാലയൊക്കെ ഇട്ട് സ്വീകരിച്ചുകൊണ്ട് പല ആളുകൾ കാണും. ഇവന്മാരിന് വലിയൊരു ഗുണ്ടകളായിട്ടൊക്കെ തന്നെ മാറും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ആ അച്ഛന് വയ്യാത്തതാണ് ആ പയ്യൻ്റെ ആ സഹോദരൻ അല്ലെങ്കിൽ അതിൻ്റെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഈ നായിൻ്റെ മക്കളെ വഴിയിൽ വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ തലക്കടിച്ച് കൊന്നേക്കണം. ഇവനൊന്നും ജീവിക്കാൻ അനുവദിക്കരുത്. ഇവനൊന്നും ജീവിക്കാനുള്ള അർഹത പോലുമില്ല. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട്? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റായി അറിയിക്കണം. കാരണം ഇങ്ങനെയുള്ളവന്മാരെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പയ്യന്മാർ, ഒരുപാട് വീടുകൾ അനാഥമാകും. ഒരുപാട് പയ്യന്മാർ ഇനിയും ഇതുപോലെ വഴിയിൽ മരണപ്പെട്ടു പോകും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ വേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ നടപടിയെടുക്കണം. നമ്മുടെ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ തന്നെ വിധി നടപ്പിലാക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ തോന്നിവാസത്തിനും ഈ ക്രൂരതയ്ക്കുമുള്ള മറുപടി കാലം നൽകട്ടെ, ദൈവം നൽകട്ടെ, ജനങ്ങൾ നൽകട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ.